ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയിലെ പാർട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പാർട്ട് 3 പറയാറുള്ളത് മാഗ്ന കാർട്ട എന്നാണ്. മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്താണെന്ന് വെക്കുകയാണെങ്കിൽ, മാഗ്ന എന്ന് വെച്ചാൽ വലുത്, ബിഗ്, കാർട്ട എന്ന് വെച്ചാൽ ചാർട്ടർ. അപ്പോൾ പാർട്ട് 3 ഈസ് കോൾഡ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് 1215 ബ്രിട്ടനിലെ രാജാവായിരുന്ന ജോൺ ഒന്നാമൻ അവിടുത്തെ ജനങ്ങൾ കുറച്ച് അവകാശങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇതിനെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഭരണം രൂപീകരിച്ചപ്പോൾ നമ്മുടെ കൗൺസിൽ മേക്കേഴ്സ് തീരുമാനിച്ചു നമ്മുടെ ഭരണത്തിനകത്ത് കുറേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേണം. അങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചേർത്തു. അതിനെ നമ്മൾ മാഗ്ന കാർട്ട എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രത്യേകത, ഇത് അമേരിക്കയിൽ നിന്ന് കടമെടുത്താണ്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമേരിക്കയിൽ നിന്ന് കടമെടുത്താണ്. എന്ന് വെച്ച് അമേരിക്കയിലുള്ള എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മൾ എടുത്തിട്ടില്ല. നമ്മളതിൻ്റെ ഐഡിയ, ദ കോൺസെപ്റ്റ് അവിടെ നിന്ന് എടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കെല്ലാം അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാം, അമേരിക്കയിൽ 18 വയസ്സായ ആർക്കും തോക്ക് കൊണ്ട് നടക്കാനുള്ള അവകാശമുണ്ട്, തോക്കിന് ലൈസൻസ് കിട്ടും. നമ്മുടെ അവിടെ ഇത് ആ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ല. അപ്പോൾ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റും നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആ കോൺസെപ്റ്റ് ഐഡിയ നമ്മൾ അമേരിക്കയിൽ നിന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ചാപ്റ്ററിൽ ആർട്ടിക്കിൾ 12 to 35 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 12 to 35 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഒറിജിനലി നമുക്ക് 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. വി ഹാഡ് 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിൽ നിന്ന് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് എടുത്തു കളഞ്ഞു, റൈറ്റ് പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞു. റൈറ്റ് പ്രോപ്പർട്ടി ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. 44th അമെൻമെൻറ്റ്, 44ാമത്തെ അമെൻമെൻറ്റിൽ കൂടെ in 1978 റൈറ്റ് പ്രോപ്പർട്ടി വാസ് ടേക്കൺ അവേ. ഇപ്പോൾ റൈറ്റ് പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടില്ല. ഇപ്പോൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സേ ഉള്ളൂ. We have only 6 fundamental rights. One has been deleted, one has been taken away. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ചില പ്രത്യേകതകളുണ്ട്, ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. We shall discuss them one by one. First feature, justiciable. Fundamental rights are all justiciable. Justiciable എന്ന് വെച്ചാൽ നടപ്പിലാക്കാൻ നമുക്ക് കോടതി പോകാം. എൻഫോഴ്സിബിൾ ബൈ എ കോർട്ട് ഓഫ് ലോ. ഏത് ഫണ്ടമെൻ്റൽ റൈറ്റും നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാം. നമ്മുടെ ഭരണഘടന പറയുന്നത് ഉയർന്ന കോടതി നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ റൈറ്റ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഭരണഘടന പറയുന്നു യു മേ ഗോ ഐദർ ടു ഹൈക്കോർട്ട് ഓർ യു മേ ഗോ ടു സുപ്രീം കോടതി. ഹൈക്കോടതിയിൽ പോകുന്നതിന് ആർട്ടിക്കിൾ 226 എന്ന് പറയും, സുപ്രീം കോടതിയിൽ പോകുന്നത് 32 എന്ന് പറയും. ഈ 2 ആർട്ടിക്കിൾ ഉപയോഗിച്ച് നമുക്ക് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ പോയി നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് നടപ്പിലാക്കി കിട്ടും. അതിനാണ് ജസ്റ്റീഷ്യബിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, ആർട്ടിക്കിൾ 22 പറയുന്നത് ആരെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്താൽ, ഇഫ് എനി പേഴ്സൺ ഇസ് അറസ്റ്റഡ് ബൈ ദ പോലീസ്, ഹി ഷുഡ് ബി പ്രൊഡ്യൂസ് ബിഫോർ എ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours. ആരെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറേ പോലീസ് കസ്റ്റഡി വെക്കാൻ പറ്റും. 24 മണിക്കൂറിനകം അയാളെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഹൈക്കോടതി പോകാം, അല്ലെങ്കിൽ സുപ്രീം കോടതി പോകാം. ഈ കേസിനാണ് നമ്മൾ പറയുന്നത് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഒരാളെ അന്യായമായിട്ട് 24 മണിക്കൂറിന് കൂടുതൽ പോലീസുകാർ കസ്റ്റഡി വെച്ചാൽ അതിനെതിരെ നമുക്ക് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അപ്പോൾ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആണെങ്കിൽ അവർ ഉദ്യോഗസ്ഥന്മാരുടെ ചോദിക്കും എന്തിനാണ് അറസ്റ്റ് ചെയ്ത്, എന്തുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയില്ല, സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ അവരെ റിലീസ് ചെയ്യും. അപ്പം ഇല്ലീഗലായിട്ട് നമ്മളെ കസ്റ്റഡി വെക്കാൻ ആർക്കും അവകാശമില്ല. അതിനാണ് ആർട്ടിക്കിൾ 22 പറയുന്നു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഒരാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാം. മജിസ്ട്രേറ്റാണ് തീരുമാനിക്കേണ്ടത് ബെയിൽ കൊടുക്കണോ ജയിലിൽ വിടണോ എന്നുള്ളത്. ദാറ്റ് ക്യാൻ ബി ഡിസൈഡഡ് ബൈ ദ മജിസ്ട്രേറ്റ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ആർട്ടിക്കിൾ 22 പ്രകാരം ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ കൊടുക്കാം. എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ജസ്റ്റീഷ്യബിളാണ്, എൻഫോഴ്സിബിൾ ബൈ എ കോർട്ട് ഓഫ് ലോ. രണ്ടാമത്തേത് നോട്ട് അബ്സല്യൂട്ട്. നോ ഫണ്ടമെൻ്റൽ റൈറ്റ് ഈസ് അബ്സല്യൂട്ട്. ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അബ്സല്യൂട്ട് അല്ല. അബ്സല്യൂട്ട് അല്ല എന്ന് പറഞ്ഞാൽ 100% ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നും പ്രസംഗിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ പ്രസംഗിച്ചാൽ നമുക്കെതിരെ കേസെടുക്കാം. ജഡ്ജിമാരെ ക്രിട്ടിസൈസ് ചെയ്താൽ നമുക്കെതിരെ കേസെടുക്കാം. അപ്പം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് ലിമിറ്റഡാണ്. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാൻ പാടില്ല.
വയലൻസ് ഇൻസൈറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ റിസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും അബ്സല്യൂട്ട് അല്ല, എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റും ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ഈ ലിമിറ്റേഷൻ റീസണബിൾ ആയിരിക്കണം. റീസണബിൾ ആണോ നോക്കാനുള്ള അധികാരം കോടതിക്കാണ്, ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ. ഇപ്പോൾ ഉദാഹരണത്തിന് KSRTC ക്ലറിക്കൽ പോസ്റ്റ് ആപ്ലിക്കേഷൻ വിളിക്കുന്നു, എന്നിട്ട് പറയുകയാണ് പുരുഷന്മാർ മാത്രം അപ്ലൈ ചെയ്താൽ മതി, സ്ത്രീകൾ അപ്ലൈ ചെയ്യണം. നമുക്ക് ഹൈക്കോടതി പോകാം. ഈ റിസ്ട്രിക്ഷൻ റീസണബിൾ അല്ല, സ്ത്രീകൾക്ക് ഈ ജോലി ചെയ്യാം. അപ്പോൾ ഹൈക്കോടതി ചോദിക്കും എന്തിനാണ് ഈ റിസ്ട്രിക്ഷൻ, അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അപ്പം റീസണബിൾ റിസ്ട്രിക്ഷൻ ആയിരിക്കണം. അത് റീസണബിൾ ആണെന്ന് നോക്കാൻ അധികാരം കോടതിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാമത്തെ ഫീച്ചർ, ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പൗരന്മാർക്ക് മാത്രമാണ്, ചിലത് എല്ലാവർക്കും ലഭിക്കും. ഉദാഹരണത്തിന് ചില ആർട്ടിക്കിൾസ് ഉണ്ട്, ആർട്ടിക്കിൾ 15, 16, 19, 29, 30. ഈ ആർട്ടിക്കിൾസ് ഓൺലി ഫോർ സിറ്റിസൺസ്. 15, 16, 19, 29, 30 only for citizens. Other fundamental rights are for everybody. For example, a foreigner living in India can enjoy freedom of religion. He can enjoy right to control monies. He can enjoy right against exploitation. But ചില റൈറ്റ്സ് പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ, ചില റൈറ്റ്സ് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. മറ്റൊരു ഫീച്ചർ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രത്യേക നിയമമാണെങ്കിലേ നടപ്പിലാക്കാൻ പറ്റും. ചിലത് ആ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രൊവിഷൻ കൊണ്ട് തന്നെ നടപ്പിലാക്കാം, ചിലതിന് വേണമെങ്കിൽ പ്രത്യേക നിയമമാണ്. ഉദാഹരണത്തിന് അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ്. അതിന് പ്രത്യേക നിയമമാണെങ്കിൽ നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു നിയമം ഉണ്ടാക്കി, അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് ഉണ്ടാക്കി. ഇപ്പോൾ അത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നറിയപ്പെടുന്നത്. അത് മൂലം ആ നിയമം ഉണ്ടാക്കാം. അപ്പം പണ്ട് പറയും ചില പ്രൊവിഷൻ സെൽഫ് എക്സിക്യൂട്ടീവാണ്, ആ പ്രൊവിഷൻ കൊണ്ട് മാത്രം നടപ്പിലാക്കാം, ചില നിയമം ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ. ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്കൊരു പ്രയോജനം തരുന്നില്ല, എങ്കിലും അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ആർട്ടിക്കിൾ 18 ഉണ്ട്. ആർട്ടിക്കിൾ 18 പറയുന്നത് വിദേശ രാജ്യങ്ങൾ, ഏത് രാജ്യം നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ എന്നാൽ നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. ഇന്ത്യ ഗവൺമെൻറ് ഒരു ടൈറ്റിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഉദാഹരണത്തിന് പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ സർ എന്നൊരു ടൈറ്റിൽ തരും, അല്ലെങ്കിൽ ലോർഡ് എന്നൊരു ടൈറ്റിൽ കൊടുക്കും. ഇതൊന്നും ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇന്ത്യ ഗവൺമെൻറ് ഇതുപോലെ ടൈറ്റിലൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പം ഈ പ്രൊവിഷൻ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല, എങ്കിലും അതും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. പിന്നെ മറ്റൊരു ഫീച്ചർ, സാധാരണഗതിയിൽ നമ്മൾ പറയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ഗവൺമെൻറ്റിനെതിരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഈ നിയമങ്ങൾ ഗവൺമെൻറ്റിനെതിരെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത ഗവൺമെൻറ്റാണ്. പ്രൈവറ്റ് വ്യക്തികളും ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ്. അൺടച്ചബിലിറ്റി ആരെങ്കിലും ഫോളോ ചെയ്താൽ അത് ഗവൺമെൻറ് അല്ല ഫോളോ ചെയ്യാൻ പോകുന്നത്, സാധാരണക്കാരാണ്. സാധാരണ വ്യക്തികൾ ആരെങ്കിലും ഇങ്ങനെ ഫോളോ ചെയ്താലും അവർക്കെതിരെ നടപ്പിലാക്കാൻ പറ്റും. അതൊരു പ്രത്യേക ഫീച്ചറാണ്. ഇനി മറ്റൊരു പ്രത്യേക ഫീച്ചറാണ്, ഈ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റും സുപ്രീം കോടതി അല്ലെ ഹൈക്കോടതി വിധികൾ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ആർട്ടിക്കിൾ ഒരു ചെറിയ സെൻറ്റൻസേ ഉണ്ടാകത്തുള്ളൂ, ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ വ്യാപകമായ റൈറ്റ് തരുന്നതിനുള്ള അധികാരം കോടതികൾക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആർട്ടിക്കിളാണ് 21 പറയുന്നു നമുക്കെല്ലാം ജീവിക്കാനുള്ള അവകാശമുണ്ട്. ജീവിക്കാനുള്ള അവകാശത്തെ വെറും ആനിമൽ ലൈക്ക് എക്സിസ്റ്റൻസ് അല്ല, സുപ്രീം കോടതി പറയുന്നു ഈ റൈറ്റ് എക്സ്പാൻഡ് ചെയ്യും. റൈറ്റ് ടു പ്യുവർ വാട്ടർ ഉണ്ട്, നമുക്ക് റൈറ്റ് ടു പ്യുവർ എയർ ഉണ്ട്, റൈറ്റ് ടു വെൽ പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻറ്റ് ഉണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്, റൈറ്റ് ടു ട്രാവൽ എബ്രോഡ് ഉണ്ട്. ഇതെല്ലാം സുപ്രീം കോടതി പറയുന്നു ഈ റൈറ്റിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അങ്ങനെ സുപ്രീം കോടതി എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഒരുപാട് റൈറ്റ്സ് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഒരു പർട്ടിക്കുലർ റൈറ്റിനെ സുപ്രീം കോടതി എല്ലാം ചെയ്ത് നമുക്ക് കൂടുതൽ റൈറ്റ്സ് തരുന്നു. ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കുറേ പ്രത്യേകതകൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രത്യേകതകൾ എപ്പോൾ പ്രത്യേകം ചോദിക്കാം, ഒന്ന് ഓർത്തിരിക്കാം.